റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തോൽക്കുമെന്ന് പി കെ ശ്യാമളയ്ക്ക് അറിയാമായിരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മനസ്സ് തുറന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വോട്ടെടുപ്പിന് മുൻപ് തന്നെ തോൽക്കുമെന്ന് പാർട്ടിക്കറിയാമായിരുന്നില്ലേ എന്ന് ശ്യാമള ചോദിച്ചു. പാർട്ടിക്കറിയാമായിരുന്നിട്ടും തന്നെ പറ്റിച്ച് സ്ഥാനാർത്ഥിയാക്കിയെന്ന് ശ്യാമള പറഞ്ഞതായും MV ഗോവിന്ദൻ വെളിപ്പെടുത്തി. തന്റെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായെന്നും CPM സംസ്ഥാന സെക്രട്ടറി തുറന്നു സമ്മതിച്ചു. തോറ്റത് ഞാനല്ല, പാർട്ടിയാണ് എന്ന് പി കെ ശ്യാമളയും ഇന്ന് ദില്ലിയിൽ പ്രതികരിച്ചു. ഒന്നും പറയാനില്ല. ഇലക്ഷൻ സമയത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല. ഇനിയിപ്പൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഈ സ്ഥാനാർത്ഥിത്വം എതിർക്കാതിരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കേട്ടില്ല. മാഷ് പറയുന്നത് കേട്ടിട്ടില്ല. മാഷ് പറയുന്നത് അങ്ങനെ കേട്ടിട്ടില്ല. ശ്യാമൾ ടീച്ചർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള തോൽവിയും പരാജയവും ആ പാർട്ടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വ്യക്തി എന്ന നിലയിൽ എനിക്കൊന്നും പറയാനില്ല. റഹീസ് റഷീദ വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, കുടുംബത്തിൽ നിന്നടക്കം വിമർശനമുണ്ടായി. തോൽക്കുമെന്ന പാർട്ടിക്ക് കണക്കുണ്ടായിരുന്നിട്ടും പറ്റിച്ച് മത്സരിപ്പിച്ചു. അങ്ങനെ പരാജയം ഏറ്റുവാങ്ങി നൽകിയെന്ന വിമർശനം പി കെ ശ്യാമള ഉന്നയിച്ചു എന്നുകൂടി പാർട്ടി സെക്രട്ടറി തിരുവനന്തപുരത്ത് യോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ആ നിലയ്ക്ക് മാത്രമല്ല, തന്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് എതിരെ ഉയർന്ന വിമർശനം ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ 100 പേർ പാർട്ടിക്ക് പുറത്തു പോകും എന്നുള്ളതായിരുന്നു. തന്റെ ശരീരഭാഷയിൽ, സംസാരത്തിൽ, മറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒക്കെ പ്രശ്നമുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായോ? മാധു, അത്ര കണ്ട് വലിയ വിമർശനമാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ ഇരുത്തി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉണ്ടായത്. ഭാര്യ മത്സരിക്കുന്നത് കൊണ്ട് തളിപ്പറമ്പിൽ മാത്രം പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തനം ഒതുങ്ങി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അടക്കമുണ്ടായി. വിമർശനത്തിൻ്റെ ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ പി കെ ശ്യാമള എന്നോട് പരാജയപ്പെടും എന്ന കാര്യം പറഞ്ഞു. പാർട്ടിക്കും അത് അറിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടി അവിടെ ഒരു കണക്കെടുത്തിരുന്നു. ആ കണക്കിൽ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തോൽക്കുമെന്നറിഞ്ഞിട്ടും തന്നെ പിടിച്ച് മത്സരിപ്പിച്ചില്ലേ എന്ന ചോദ്യം ചോദിച്ചു എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഒപ്പം തൻ്റെ ശൈലിയിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ പ്രശ്നങ്ങളുണ്ട്. അത് പാർട്ടി സഖാക്കളോട് ഇടപെടുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, മാധ്യമങ്ങളോട് സംവദിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്ന് MV ഗോവിന്ദൻ തുറന്നു സമ്മതിച്ചു. തൻ്റെ കുടുംബത്തിലുള്ളവർ അക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും തിരുത്താനുള്ളതെല്ലാം തിരുത്തുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. റഷീദ്, ഇപ്പോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ വാർത്തകൾ പ്രതികരണങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടിരുന്നോ, നിങ്ങൾ കേട്ടിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കാറ്. പക്ഷെ ഇന്ന് പി കെ ശ്യാമളയോട് ആ കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ മാഷ് പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. താൻ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും മാധു പറയുന്നത് പോലെയാണ് പാർട്ടിക്ക് അകത്തളങ്ങളിലെ ചർച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇതും സ്വാഭാവികമായിട്ടും MV ഗോവിന്ദനോടോ മറ്റോ നേതാക്കളോട് ചോദിച്ചാൽ അവരും തള്ളിപ്പറയാനാണ് സാധ്യത. പി കെ ശ്യാമള സ്വാഭാവികമായും വന്ന വാർത്തകളെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം വാർത്തകൾ ഒരിക്കലും ഓൺ ചെയ്യാറില്ല. പക്ഷേ അവരുടെ ഒരു വാക്കുണ്ട്. പി കെ ശ്യാമള പറഞ്ഞത്, തളിപ്പറമ്പിൽ തോറ്റത് പി കെ ശ്യാമളയല്ല, അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത് എന്ന് പി കെ ശ്യാമള പറയുന്നതിൽ ഈ മാഷ് MV ഗോവിന്ദൻ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞതുമായി കണക്ഷൻ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് വലിയ പ്രതിരോധത്തിലേക്ക് MV ഗോവിന്ദനും പിണറായി വിജയനും പോവുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം, തോൽവിക്ക് ഇത്ര വലിയ ആഘാതമുണ്ടാക്കിയത് പിണറായി വിജയന്റെ വൺമാൻ ഷോ കളിയാണെന്നാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്. പാർട്ടി തീരുമാനം എന്നാൽ പിണറായി വിജയന്റെ തീരുമാനമായി മാറി. സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം കൂട്ടുത്തരവാദിത്വമില്ലാതെ പിണറായി ഒന്ന് തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു എന്ന സ്ഥിതി വന്നതുകൊണ്ടാണ് ഇത്ര വലിയ ആഘാതം തോൽവിക്കുണ്ടായത് എന്ന വിമർശനം കൂടി ഉയരുമ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മാത്രമല്ല, തോൽവി പരിശോധിക്കാൻ എത്ര ജില്ലാ കമ്മിറ്റികൾ ഇതുവരെ ചേർന്നിട്ടുണ്ടോ ആ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ചർച്ചയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടാൽ 100 പേരെങ്കിലും പാർട്ടി വിട്ടുപോകും, ഒരു തവണത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ 1000 വോട്ടെങ്കിലും മൊത്തത്തിൽ കേരളത്തിൽ
LDF ഇല്ലാതാകും എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. അതായത് അതിനുശേഷം അദ്ദേഹം അല്പസമയം മുമ്പ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും, സ്വയം വിമർശനം വേണം, എല്ലാം തുറന്നു പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നതെന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അല്പസമയം മുമ്പ് MV ഗോവിന്ദനെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. നേരത്തെ മാധു പറഞ്ഞ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ വാർത്തകളെല്ലാം പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും തുറന്നു പറയാനുള്ള അവസരമാണ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന മറുപടിയുമാണ് അല്പസമയം മുമ്പ് MV ഗോവിന്ദൻ തന്നെ നടത്തിയത്. റഷീദാണ് വിവരങ്ങൾ നൽകുന്നത്.